Hi friends, welcome to this video. ചില പ്രാർത്ഥനകൾക്ക് ഉടൻ ഉത്തരം ലഭിക്കുമ്പോൾ മറ്റു ചില പ്രാർത്ഥനകൾ വർഷങ്ങളോളം പരിശ്രമിച്ചിട്ടും എന്തുകൊണ്ടാണ് മറുപടി ഇല്ലാതെ അവശേഷിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന്റെ കാരണം നിങ്ങളുടെ വിശ്വാസക്കുറവല്ല, മറിച്ച് നിങ്ങളുടെ ഫ്രീക്വൻസിയാണ്. ക്വാണ്ടം ഫിസിക്സ് നമ്മോട് പറയുന്നത് നാം അനന്തമായ സാധ്യതകൾ ഒരു സമുദ്രത്തിലാണ് ജീവിക്കുന്നതെന്നാണ്. നിങ്ങളുടെ ശരീരത്തിലെ ഓരോ ആറ്റവും 99.99% ശൂന്യമാണ്. അത് ഒരു ഊർജമാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ബയോളജിക്കൽ റേഡിയോയാണ്. നിങ്ങളുടെ ചിന്തകളിലൂടെയും വികാരങ്ങളിലൂടെയും നിങ്ങൾ നിരന്തരം പ്രപഞ്ചത്തിലേക്ക് ഒരു സിഗ്നൽ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു റേഡിയോയെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾക്ക് 104.2 FM സംഗീതം കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റേഡിയോ ഡയൽ 92.5 ഇരുന്നാൽ ഒരിക്കലും അത് സാധിക്കില്ലല്ലോ. അവിടെ വെറും സ്റ്റാറ്റിക് ശബ്ദം മാത്രമേ നിങ്ങൾ കേൾക്കൂ. എത്രയധികം ആ റേഡിയോയോട് നിങ്ങൾ അപേക്ഷിച്ചാലും അതിന് സംഗീതം നൽകാൻ കഴിയില്ല. അത് റേഡിയോയുടെ കുറ്റമല്ല, മറിച്ച് അലൈൻമെന്റിന്റെ പ്രശ്നമാണ്. സംഗീതം കേൾക്കാൻ നിങ്ങൾ ആ ഡയൽ കൃത്യമായി തിരിക്കണം. നമുക്കൊന്ന് ചിന്തിക്കാം. ജീവിതത്തിലെല്ലാം ശരിയായി ചെയ്തിട്ടും കാര്യങ്ങളൊന്നും നടക്കാതെ ആ സ്റ്റാറ്റിക് ശബ്ദം പോലെ തടസ്സങ്ങൾ മാത്രം നിങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ടോ? എങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഒരു യെസ് എന്ന് രേഖപ്പെടുത്തുക. ആ തടസ്സങ്ങൾ മാറാൻ നമ്മൾ ഒരേ പാതയിലാണെന്ന് തിരിച്ചറിയാൻ നമുക്കത് സഹായിക്കും. ഈ ശാസ്ത്രീയ സത്യം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ നിയമത്തിലെ മർക്കോസിന്റെ സുവിശേഷം 11 അധ്യായം 24 വാക്യത്തിൽ യേശു നമുക്ക് ഒരു ക്വാണ്ടം ഫീൽഡിന്റെ ഒരു യൂസർ മാനുവൽ നൽകുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കുന്നത് എന്തും ലഭിച്ചുവെന്ന് വിശ്വസിക്കുവിൻ, അത് നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ ആ വാചകത്തിന്റെ ഘടന ശ്രദ്ധിക്കുക. ലഭിക്കും എന്ന് വിശ്വസിക്കുവിൻ എന്നല്ല അദ്ദേഹം പറഞ്ഞത്, മറിച്ച് ലഭിച്ചു എന്ന് വിശ്വസിക്കുവിൻ എന്നാണ്. ഹാവ് റിസീവ്ഡ്. ക്വാണ്ടം ശാസ്ത്രത്തിൽ ഇതിനെ ഇമോഷണൽ പ്രീ സെൻസിങ് എന്ന് വിളിക്കുന്നു. അതായത് ഒരു കാര്യം പുറമേ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ അത് ലഭിച്ചു എന്ന ആന്തരിക സ്പന്ദനത്തിലേക്ക്, ഫ്രീക്വൻസിയിലേക്ക്, വൈബ്രേഷനിലേക്ക് നിങ്ങൾ മാറണം. നിങ്ങളുടെ ഉള്ളിലെ വചനം, ലോഗോസ്, ആ യാഥാർത്ഥ്യവുമായി ഒന്നാകണം എന്നർത്ഥം. നമുക്കിപ്പോൾ ആ ട്യൂണിങ് ഒന്ന് അനുഭവിച്ചു നോക്കാം. കണ്ണുകൾ അടയ്ക്കുക. ഒരു നിമിഷം നിങ്ങളുടെ ആവശ്യങ്ങളെക്കുറിച്ച് ചോദിക്കുന്നത് നിർത്തുക. എന്തെങ്കിലും ഇല്ല എന്ന തോന്നൽ മാറ്റിവെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ആ കാര്യം, ഒരു കാര്യം, അത് ആരോഗ്യമാകാം, സമാധാനമാകാം, അല്ലെങ്കിൽ സമൃദ്ധിയാകാം, അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഇപ്പോൾ അത് ചോദിക്കുന്നതിന് പകരം അത് ലഭിച്ചു എന്ന ബോധ്യത്തോടെ നന്ദി പറയുക. ഗ്രാറ്റിറ്റ്യൂഡ്. ദൈവമേ നന്ദി എന്ന് ഹൃദയം കൊണ്ട് പറയുമ്പോൾ അത് ലഭിച്ചു കഴിഞ്ഞാലുള്ള സന്തോഷവും ആശ്വാസവും നിങ്ങളുടെ നെഞ്ചിൽ അനുഭവിക്കുക. ആ സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ നിറയട്ടെ. ആ വികാരത്തിൽ തന്നെ തുടരുക. ഇപ്പോൾ നിങ്ങൾ റേഡിയോ ഡയൽ ആവശ്യക്കാരൻ എന്നതിൽ നിന്നും ലഭിച്ചവൻ എന്ന ഫ്രീക്വൻസിയിലേക്ക് മാറിയിരിക്കുന്നു. ഇതേ അനുഭവം ലഭിക്കുന്നത് വരെ നിങ്ങൾ തുടരുക. കണ്ണുകൾ തുറക്കുമ്പോൾ ആ അനുഭവം നിങ്ങളുടെ ഉള്ളിൽ തന്നെ സൂക്ഷിക്കുക. ഈ വ്യായാമം ചെയ്തപ്പോൾ നിങ്ങളുടെ മനസ്സിന് എന്തു തോന്നി? സമാധാനമാണോ? ആശ്വാസമാണോ? ഉറപ്പാണോ? പീസ്, റിലീഫ് ഓർ സർട്ടൻറ്റി? ആ ഒരു വാക്ക് താഴെ കമന്റ്സിൽ കുറിക്കുക. നിങ്ങളുടെ ആ ഒരു സ്പന്ദനം മറ്റൊരാൾക്ക് കൂടി പ്രചോദനമാകട്ടെ. നിങ്ങൾ അപേക്ഷിക്കുന്നത് നിർത്തി ട്യൂൺ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ വിധിയുടെ ഇരയല്ല, മറിച്ച് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ദൈവത്തിന്റെ പങ്കാളിയായി മാറുന്നു. നിങ്ങൾ ഇനി വെറും ഒരു വ്യക്തിയല്ല, മറിച്ച് അനന്തമായ പ്രപഞ്ചത്തിലെ ഒരു തരംഗമാണ്. പുരാതനമായ വചനത്തെയും ആധുനികമായ ശാസ്ത്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുക എന്നതാണ് ഇനി മുതൽ വേവ്സ് ഓഫ് ദ യൂണിവേഴ്സ് എന്ന ഈ യൂട്യൂബ് ചാനൽ ലക്ഷ്യം. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഉയർന്ന ഫ്രീക്വൻസിയിൽ സഞ്ചരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. I am your guide. You are the waves of the universe.